ഹായ് ഹലോ നമസ്കാരം. സജീന വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇന്നും ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് വേറെ ആരുടെ അല്ല, നമ്മുടെ വരുൺ വിക്രമോൻ്റെയാണ്. വിക്രമോൻ്റെ വികൃതികൾ ആണ്. കാരണം രേണുസുതി ബിഗ് ബോസിനകത്ത് നിന്നപ്പോൾ എല്ലാവർക്കും അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ശ്വാസം മുട്ടൊക്കെ ആയിരുന്നു. അവർക്ക് ശ്വാസം വിടാനേ വയ്യ. രേണുസുതി ബിഗ് ബോസിനകത്ത് നിൽക്കുന്നത് കൊണ്ട് എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത്, എന്ത് കാര്യത്തിനാണ്, എന്ത് വാഴയാണ് അവിടെ ചെയ്യുന്നത്, എന്ത് തേങ്ങയാണ് അവിടെ ചെയ്യുന്നത്, ഇനി പുറത്തിറക്കെന്ന് പറഞ്ഞുകൊണ്ട്. ഈ പുറത്തിറക്കുന്നത് എന്തിനാ? കണ്ടന്റ് കിട്ടാൻ വേണ്ടി. അപ്പം അങ്ങനെ പറഞ്ഞ് രേണു സ്വന്തം ഇഷ്ടപ്രകാരം ക്വിറ്റ് ചെയ്ത് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം. കരഞ്ഞ് പൈപ്പിലും വെള്ളമില്ല, കിണറ്റിലും വെള്ളമില്ല, ആ രീതിയിലുള്ള കരച്ചിൽ തന്നെ എല്ലാവർക്കും. ഇവർക്കൊക്കെ ഇത്രമാത്രം സ്നേഹം രേണുവിന് ഉണ്ടായിരുന്നു എന്ന് ഇപ്പം വന്നതിന് ശേഷമുള്ള കുറേ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം ഞാൻ മെയിനായിട്ടും എടുത്ത് ചെയ്യുന്നത് വരുൺ വിക്രമോൻ്റെ വീഡിയോയാണ്. ഇതേ കണക്കിന് കുറേ ഊളകളും ഇട്ടിട്ടുണ്ട്, ഇതേ സെയിം കണ്ടൻറ്റും സെയിം ചോദ്യങ്ങളും ഒക്കെ ആയിട്ട്. ഈ ചോദ്യം നമ്മുടെ മുണ്ടൂർ വത്സല ചോദിച്ചിരുന്നതിന് ഇന്നലെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവന്മാരുടെ ഈ വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒരു റിപ്ലൈ. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ വിഷമം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ചേച്ചി ഹലോ. എങ്ങനെയുണ്ടായിരുന്നു? ഏറ്റവും വലിയ വിഷമം എന്താന്ന് മനസ്സിലായ? ഇവിടെ കണ്ടിട്ട് എന്ത് മനസ്സിലായി? കുറെ യോധയിലെ ഡയലോഗും പിന്നെ സ്മൃതി തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. എന്നാൽ മോൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. അവൾ തോറ്റു തുന്നമ്പാടി വന്നതല്ല, അവൾ കിറ്റ് ചെയ്താണ് വന്നത്. അവൾ എലിമിനേഷനിൽ ഔട്ടാവുകയോ വോട്ട് കുറഞ്ഞ എലിമിനേഷനിൽ നിന്ന് പുറത്തായി വരുകയോ അല്ല ചെയ്തത്. സ്വമേധയാ കിറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, അതിൻ്റെ കരച്ചിലിൻ്റെ കാരണം എന്താണെന്നറിയത്തില്ലേ? രേണുസുതി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ സ്വീകരിക്കാൻ ആനയോ അമ്പാരിയും കൊട്ടും ഘോഷവും ഒന്നും ഇല്ല എന്നാണ് ഇവൻ്റെ ഒരു വിഷമം. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് കാരണം ഞാൻ പറയുന്നതിന് ഇതിനു മുമ്പ് ഇറങ്ങിയവർക്ക് കിട്ടിയ കരഘോഷങ്ങളും ഘോഷയാത്രയും താലപ്പൊലിയും ഒക്കെ നമ്മൾ കണ്ടാലേ ബാക്കി എനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ആദ്യം എലിമിനേഷനായ ഓരോരുത്തരൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. കിട്ടിയ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടേ, അതൊക്കെ ഒന്ന് കണ്ടു നോക്കേ. ഇല്ല, ഈ ഹൃദയം അങ്ങനെ ചുമ്മാ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? മഴ ഉണ്ടോ ചെന്നൈയില്? മഴ ഉണ്ടോ? മഴയില്ല. ഇത്രയല്ല, ഇനിയും രണ്ടുപേരും കൂടെ ഉണ്ട്. നമ്മളെ പിന്നെ മുൻഷി രവിത്തേട്ടനുണ്ട്, ശാരിക KB ഉണ്ട്. അവരുടെ വീഡിയോ കിട്ടിയില്ല നോക്കിയിട്ട്. ഇത്രയും പേര് അവിടെ നിന്ന് ഔട്ടായി. അവർ എയർപോർട്ടിൽ വന്നത് സെയിം മെത്തേഡ് വഴി തന്നെയാണ്, സെയിം തന്നെ. അവരും അവരുടെ ട്രോളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ സ്വീകരിക്കാൻ ആനയില്ലായിരുന്നു, അമ്പാരി ഇല്ലായിരുന്നു, താലപ്പൊലി ഇല്ലായിരുന്നു, കരഘോഷങ്ങളില്ലായിരുന്നു, പൊക്കിയെടുക്കലില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അവരും നോർമലായിട്ട് പോയി, നോർമലായിട്ട് തിരിച്ചു വന്നു. അതേപോലെ തന്നെയാണ് രേണു പോയിട്ട് വന്നത്. പിന്നെ ഈ രേണുവിന് മാത്രം എന്താടാ ഇത്ര പ്രത്യേകത നീയൊക്കെ കാണുന്നത്? ഈ രേണു ഇപ്പോൾ എവിടെ പോകുന്നു? രേണു ഇന്ന് രേണു രാവിലെ ഉറക്കമുണ്ടെങ്കിൽ ടോയ്ലറ്റിൽ പോയോ? ടോയ്ലറ്റിൽ പോയിട്ട് അത് 1 ആണോ 2 ആണോ സാധിച്ചത്? അതോ 1ഉം 2ഉം സാധിച്ചോ? അതോ 2 മാത്രമേ സാധിച്ചുള്ളൂ? അതോ 1 മാത്രമേ സാധിച്ചുള്ളൂ? ഇങ്ങനെ നോക്കി കണ്ടന്റ് നോക്കി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഊളകളെ, നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, ബാക്കിയുള്ളവർ വരികയും പോവുകയും ചെയ്യുന്ന അതേ കണക്ക് തന്നെയാണ് രേണുസുതി അകത്ത് പോയതും പുറത്ത് വന്നതും. പിന്നെ അവിടെ നിന്ന് എലിമിനേഷൻ ആയതിൽ ഒരു വ്യത്യാസമുണ്ട്. അത് വേറെ ആർക്കും ഈ ബിഗ് ബോസ് സീസൺ 7 എത്തി നിൽക്കുമ്പോൾ പോലും വേറെ ഒരു കണ്ടസ്റ്റൻസിനും കിട്ടാത്ത ഒരു ഭാഗ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അവൾ സ്വമേധയാ ക്വിറ്റ് ചെയ്ത് ലാലേട്ടൻ്റെ കജ്ജും പിടിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അല്ലാതെ എലിമിനേഷനായി എവിക്റ്റഡ് എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതല്ല. നിന്റെ കണ്ണിലൊന്നും കുരുവൊന്നുമില്ലല്ലോ. ഈ കണ്ണിന് കാണുന്ന സത്യങ്ങൾ പോലും മറച്ചു പിടിച്ച് അതിനെ നെഗറ്റീവാക്കി പറഞ്ഞാലേ ഇതിനൊക്കെ ദഹിക്കൂ. അത് ശീലിച്ചു പോയി, അത് രക്തത്തിൽ അരിഞ്ഞു പോയത്. അത് നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിൻ്റെയൊക്കെ അവസാനം വരെയും നീയൊക്കെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് തന്നെ തിന്ന് കൊഴുത്ത് വീണ്ടും കുറ്റം പറയാനുള്ള ആരോഗ്യം ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കും കേട്ടാ. ഭയങ്കര ഒരു വിറ്റ് കാണാം. നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഞാനും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഈ വീഡിയോ ഒക്കെ ബിഗ് ബോസിൽ പോകുന്നതിനും അതിന് മുമ്പത്തെ പഴയ ഒരു വീഡിയോയാണ്.
അത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അത് എടുത്തിട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഒരു കാര്യവും മനസ്സിലാക്കാത്ത കുറേ കുറേ വിഡ്ഢികളെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അടി കൊണ്ടിട്ടിരിക്കുന്ന കമൻറ്റുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. ചുമ്മാ തന്നെ അവൾ ബിഗ് ബോസിൽ നിൽക്കാതെ ഇനി ചാടിയത് അവൾക്ക് പ്രതീക്ഷനെ കണ്ടോളാൻ വയ്യാഞ്ഞിട്ടാണ്. കൊച്ചുങ്ങളുടെ പേരും പറഞ്ഞ് ചാടിയത്. ഇങ്ങനെ കറങ്ങി നടക്കാനാണ്, ഇൻ്റർവ്യൂ കൊടുക്കാനാണ്, മാങ്ങാത്തൊലിക്കാണ്, തേങ്ങാക്കൊലിക്കാണ്, ഷോർട്ട് ഫിലിം ചെയ്യാനാണ്, അത് ചെയ്യാനാണ്, ഇത് തന്നെയാണ്. ഇതൊക്കെ പഴയതാന്നേ. ഇതൊക്കെ വന്ന് പോയതിന് ഇവള് ബിഗ് ബോസിൽ പോകുന്നതിന് എത്രയോ മുമ്പുള്ള വീഡിയോകളാണ് ഇപ്പം ഈ പുറത്ത് വന്നിരിക്കുന്നത്. ഇപ്പം കണ്ട വീഡിയോ ഒത്തിരി നാളിന് മുമ്പുള്ളതാ. അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പുള്ള വീഡിയോയാണ് അത്. ആ കമൻറ്റ് ഇടുന്നവർക്ക് ഒരു സെൻസ് ഇല്ലേ? അതിനകത്ത് കമൻറ്റ് ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്ന അപ്പോഴേ ഞാൻ ഊഹിച്ച് ഇവർക്ക് ആ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇവൻ ഇവിടെ ഊട്ടാനും ഉറക്കാനും പ്രതീക്ഷ ഇവിടെ പുറത്ത് നിൽക്കുമ്പോൾ അവൾക്ക് എങ്ങനെ പറ്റും? കണ്ട വന്ന ഉടനെ അവൾ തുടങ്ങി വെറുപ്പിക്കൽ. ഈ നാശം പിടിച്ചത് ബിഗ് ബോസിൽ നിന്നപ്പം ഫോൺ എടുത്ത് നോക്കാൻ കുറച്ച് സ്വസ്ഥത ഉണ്ടായിരുന്നു. വീണ്ടും തുടങ്ങിയെന്ന്. കഷ്ടമുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, വളരെ കഷ്ടമുണ്ട്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ കിടന്ന് പറയുന്നത്? അവൾ ബിഗ് ബോസിൽ അവൾക്ക് പറ്റുന്നില്ല. അവളുടെ മാനസികമായിട്ട് ശാരീരികമായിട്ട് അവളുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ക്വിറ്റ് ചെയ്ത് വന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം വേണ്ടെന്ന് വെച്ചിട്ട് വരുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. 2, ഇവൾ വന്നതിന് ശേഷം ഹെൽത്തിന് ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ അവൾ കൊടുത്തിട്ടില്ല, ഒരു ഷോർട്ട് ഫിലിമിനും പോയിട്ടില്ല, ഒന്നിനും അവൾ പോയിട്ടില്ല. അവൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്നവർ പറയുന്നത് ഇപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് പറയുന്നിടത്ത് ഞാനൊന്ന് ചോദിച്ചോട്ടെ, പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്ത് ദ്രോഹം അവൾ ചെയ്തു? ഈ ഓരോരുത്തർ പറയുന്ന കേട്ട് അവളെ നെഗറ്റീവ് ആക്കുമല്ലോ. എന്താണ് നിങ്ങൾ സ്വയം ആ ഒരു കമൻറ്റ്, ഒരു നെഗറ്റീവ് കമൻറ്റ് അവളെ താഴെ ഇടുമ്പോൾ നിങ്ങളും ചിന്തിക്കണം. ഇപ്പം ഞാനെന്തിനാ ഈ കമൻറ്റ് ഇടുന്നത്? അവൾ എന്തോ ചെയ്ത് എനിക്കെന്തോ ദ്രോഹം ചെയ്തു, അല്ലെങ്കിൽ സമൂഹത്തിന് എന്തോ ദ്രോഹം ചെയ്ത്? ഓരോരുത്തർ കിടന്ന് ഞാനൊന്നും പറയുന്നില്ല. ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് പഴകിയ കാര്യങ്ങൾ വീണ്ടും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇതാവാത്ത രീതിയിൽ എന്താണ് അവൾ പറഞ്ഞത്? പിന്നെ ദാനം കൊടുത്തവരടുത്ത് നന്ദിയോട് കാണിച്ച് ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് രേണുസുധിക്ക് ഇത്രമാത്രം സൈബർ അറ്റാക്കും ഇത്രമാത്രം നെഗറ്റീവ് വന്നത്. പക്ഷേ കാലം തന്നെ തെളിയിച്ചു അതെല്ലാം ആ പറഞ്ഞതെല്ലാം സത്യമാണ്. ആ ഫോൾട്ടെല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് രേണു പറഞ്ഞതെന്നും അതെല്ലാം വന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തെന്നും അതിന് ബാധിക്കപ്പെട്ട ആൾക്കാർ തന്നെ ലൈവിൽ വന്ന് വീഡിയോ ഇടുകയും സോഷ്യൽ മീഡിയയിൽ പിന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതൊന്നും ആരുടെയും കാണി. അത് എനിക്ക് ഏറ്റവും വലിയ വിറ്റായിട്ട് തോന്നുന്ന ആ ഒരു കാര്യമാണ്. അതൊന്നും ആരും കാണത്തില്ല. രേണുസുധിയുടെ നെഗറ്റീവ് എവിടെ ഉണ്ടോ അത് ചെകഞ്ഞ് പിടിച്ചുകൊണ്ട് നിൽക്കും. നിങ്ങൾ നെഗറ്റീവ് ചെകഞ്ഞ് പുറത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ നെഗറ്റീവ് ചെകഞ്ഞെടുത്തിട്ട് അതിനകത്ത് പോസിറ്റീവ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും, എന്നെ കൊണ്ട് ഒക്കുന്ന സമയം വരെ. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളായി പറയുന്നത്. ഞങ്ങളെ നെഗറ്റീവ് പറയാൻ വേണ്ടി നിനക്കൊന്നും ഒരർഹതയില്ല, ഒരു യോഗ്യതയില്ല, ഈ പറയുന്ന ആർക്കുമില്ല. സ്വയം അവളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പേ സ്വയം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. എനിക്ക് അവൾ അങ്ങനെ കുറ്റം പറയാനുള്ള അർഹതയുണ്ടോ, അതിനുള്ളൊരു അവകാശം എനിക്കുണ്ടോ എന്ന് ആദ്യം ചിന്തിച്ച് നോക്കണം. രേണുസുധിയുടെ തൊലിയൊന്നും കിട്ടുമോ? ഒരു ബുള്ളറ്റ് പ്രൂഫ് ഇവരുടെ വിചാരം ഈ കുറെ എണ്ണം നിന്റെ പേര് യശ്മാനല്ലോ, അത് പഴയ വീഡിയോ ആണ്. വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഒരു ഇൻ്റർവ്യൂ ഒരു കുണ്ടയും അവൾ കൊടുത്തിട്ടില്ല, ഒരു മനുഷ്യർക്കും കൊടുത്തിട്ടില്ല. അതാണ്ട് അടുത്തതും കൂടെ വന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. മൂത്തപ്പൻ എനിക്ക് ഇപ്പോഴും കുഞ്ഞാണ്, ഇപ്പോഴും എനിക്ക് അവൻ കുഞ്ഞാണ്. അതുപോലെ ഇളയാളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പം എന്റെ കൂടെ നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ ഫാമിലി ഉണ്ടെങ്കിലും ഫാമിലി ഉണ്ട്, കാരണം അവർ ചേർത്ത് നിർത്തുന്നുണ്ട്. എന്റെ ചേച്ചിയും ചേട്ടനും അതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ എടുത്തു പറയാൻ എനിക്ക് എത്രയോ കൂട്ടുകാരുണ്ടെങ്കിൽ പോലും അവരൊക്കെ അകന്നു പോയ സമയങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കരീഷ്മ എന്ന് പറഞ്ഞാൽ അവളെ എടുത്തു പറയേണ്ടതാണ് ഒരുപാട്. അതുപോലെ എന്റെ ലെസി ചേച്ചി, സജീന ചേച്ചി, അങ്ങനെ കുറച്ച് പേരുണ്ട് എന്നെ ഇപ്പോഴും താങ്ങി നിർത്താനും സപ്പോർട്ടിനൊക്കെ. എനിക്ക് അവരൊക്കെ ഇതും പഴയ സാധനം തന്നെയാണ്. സമയവും സന്ദർഭവും നോക്കി വീണ്ടും ഇപ്പോൾ എടുത്തു വെച്ച് ഇത് കീച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇത് മുമ്പ് ഇട്ടിട്ടുണ്ടോന്ന് അറിഞ്ഞില്ല, അവർ ഇപ്പോഴാണ് ഇത് ടെലികാസ്റ്റ് ചെയ്ത്. കാരണം രേണുസുധി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്ന വ്യക്തി എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അവർ രണ്ടും എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ഈ ഇൻ്റർവ്യൂ എടുത്തോളും എൻ്റെ ഫ്രണ്ടാണ്, ഇൻ്റർവ്യൂ കൊടുത്തോളും എൻ്റെ ഫ്രണ്ടാണ്. അത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എടുത്തതാണ്. നിങ്ങൾ കേട്ട് കാണുമല്ലോ. പിന്നെ അവൾ രേണുസുധി പറഞ്ഞ ആ ഫ്രണ്ടിൻ്റെ കൂടെ 3 പേര് പറഞ്ഞു. എൻ്റെ പേര് നീ കേട്ടായിരുന്നോ? വരൺ വിക്രു. അല്ല, മടി പിടിച്ചിരുന്ന ബന്ധമല്ലല്ലോ പറയുന്നത്. മോനിന് എന്തെല്ലാം കാണാനിരിക്കുന്നു. വെയിറ്റ് ചെയ്യ്. ഇതിൻ്റെയൊക്കെ സംശയത്തിനുള്ള എല്ലാത്തിൻ്റെ മറുപടി ഉടനെ തരുന്നതായിരിക്കും കേട്ടോ. കുക്കുറുമനെ. ഇപ്പം നിലവിൽ ഈ പഴയ വീഡിയോകളൊക്കെ എടുത്തിടുന്നത് എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിൽ പോയതിന് ശേഷം ഈ 10-35 ദിവസം അവിടെ നിന്നതിൽ രേണുസുധിയുടെ ക്യാരക്ടർ എന്താണെന്ന് ആൾക്കാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവളോടുള്ളൊരു നെഗറ്റീവ് മാറി കുറേ അധികം ആൾക്കാർക്ക് പോസിറ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ആ പോസിറ്റീവ് ഇല്ലാതാക്കി അവളെ വീണ്ടും നശിപ്പിക്കുക, സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പഴയ വീഡിയോകൾ വീണ്ടും എടുത്തിട്ട് ആൾക്കാരിലേക്ക് നെഗറ്റീവ് ഉണ്ടാക്കിക്കുന്നത്. സത്യസന്ധമായിട്ട് പറയുക, രേണുസുധി ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ വേറെ ഒന്നിനും അവൾ പോയിട്ടില്ല. അവൾക്ക് ഹെൽത്തിന് ചെറിയ പ്രോബ്ലം ആയിട്ട് വീട്ടിൽ റെസ്റ്റാണ്. ഇനി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇനിയും ചിലപ്പോൾ അവരെന്ത് ചെയ്യാം, പുറത്തിറങ്ങിയിട്ട് അവരുടെ ജീവിതമാർഗമായിട്ട് പല കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞത് പറയാതെ ഒക്കെ പറയുന്നുണ്ടാവും. ഒന്നും വേണ്ട, നിങ്ങൾ പണ്ട് പോയ മാതിരി ആയിരുന്നോ എയർപോർട്ട് പോയപ്പോൾ രേണുസുധി ഇപ്രാവശ്യങ്ങളോട് ബിഹേവ് ചെയ്തിട്ടില്ലല്ലോ. അവർ ബേസിക്കലി ഔട്ടാണ്. എനിക്ക് തോന്നുന്നത് അവർ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ലാത്തതുകൊണ്ട്. പിന്നെ ഒരു മനുഷ്യനല്ല, നമുക്കറിയാനകത്ത് പോയാൽ ഭക്ഷണം കിട്ടില്ല, അവർ മറ്റേ അരി പെറുക്കി തിന്ന്, പഞ്ചസാര മാത്രം തിന്ന്,
ട്രോമ എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റുന്നില്ല ഒരു മനുഷ്യൻ്റെ ട്രോമ എങ്ങനെയാണ് വരിക എന്നുള്ളത്. അവർ ട്രോമ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ട്രോമ മാറിയിട്ട് അവർ പിന്നെ നിങ്ങളെ മുന്നിലേക്കുള്ളത് വരിക. കണ്ടന്റില്ലേ മുൻ ബിഗ് ബോസ് താരം സായിയുടെ വാക്കുകളാണ്. സത്യം എന്താ പറയുക, എന്തോ എങ്ങനെ ആയിക്കോട്ടെ, ആ സായി പറഞ്ഞ വാക്കുകൾ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു. ആ വാക്കുകൾ പറഞ്ഞതിന് സായിയെ. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് പോയൊരു വ്യക്തിയാണ്. അതിനകത്ത് ചെന്ന് നമ്മൾ അനുഭവിക്കുന്ന മാനസിക വിഷമം അതിനകത്ത് ചെന്ന് നിൽക്കുന്നവർക്കേ അറിയാവുള്ളൂ. ബൗണ്ടറിയിൽ ഇരുന്ന് കളി കാണുന്നതാണല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ ചെല്ലുമ്പോൾ ആ അവസ്ഥ തന്നെയാണത്. എത്ര അർത്ഥവത്തായിട്ടുള്ള എത്ര സത്യസന്ധമായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതാ പറഞ്ഞത് നിങ്ങൾക്ക് ട്രോമ അതിപ്പോൾ ഒരു എന്താ പറയുന്നത്, നിനക്കൊക്കെ ഇങ്ങനെ മനസ്സ് വരുന്ന ഇങ്ങനെ ഒരു പെണ്ണിനെ ഇങ്ങനെ അങ്ങ് പറയാം. എടാ റീച്ചുണ്ട്, രേണു എന്നുള്ളൊരു പേര് അങ്ങോട്ട് ഹെഡ്ലൈൻ വെക്കുമ്പോഴത്തേക്ക് റീച്ചുണ്ട് എന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് തിന്നരുത്. അയ്യോ ഇങ്ങനെ അങ്ങ് ഒരു നെഗറ്റീവ് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഒരു പെണ്ണിനെ ഇത്ര തരം താഴ്ത്തി കാശുണ്ടാക്കരുത്. അത് ദഹിക്കത്തില്ല. അത് ഇന്നേരം എപ്പോഴും പറയുക അതൊന്നും നിനക്കൊന്നും ദഹിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ദഹിക്കത്തില്ല. നീയൊക്കെ എത്രത്തോളം നെഗറ്റീവ് ഇടുന്നുണ്ട് അത് തുരന്നെടുത്ത് സജീന അത് പോസിറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നീയും ചെയ്യുന്ന അതാണ്. നീ ഒരു വലിയ വെച്ച് കൊടുക്കാനേ ഞാൻ പറയൂ. കാരണം നിന്റെ കണക്ക് ഇല്ലാത്തേം കൊല്ലാത്തേം പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞല്ല ഞാൻ ഉണ്ടാക്കാൻ വരുന്നത്. നീയൊക്കെ നെഗറ്റീവ് പറയാതിരിക്കും, എനിക്കന്നേരം വീഡിയോ ചെയ്യേണ്ട ആവശ്യം വരത്തില്ലല്ലോ. നീയൊക്കെ ഇടുന്നിടത്തോളം കാലം ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ എനിക്കൊരു പോസ്റ്റ് എൻ്റെ കണ്ണിൽ പെട്ടു കേട്ടാ. അത് ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈല് അന്നമ്മ മറിയം, അതാണ് ഫേസ്ബുക്കിലെ ഇത്. അതിനകത്ത് അവൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ്. പോസ്റ്റ് ഫോട്ടോ എന്ന് പറയുന്നത് രേണു സുധി വീട്ടിൽ വന്ന് കയറി ഋതപ്പനെ പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് നിൽക്കുന്നുള്ളൊരു ഫോട്ടോയാണ് അവൾ കൊടുത്തിരിക്കുന്നത്. ആ ഫോട്ടോയ്ക്കാണ് ക്യാപ്ഷൻ എഴുതിയിരിക്കുന്നത്. അതായത് പ്രിയദർശൻ വിചാരിച്ചാൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത വിധം നാച്ചുറൽ ഭംഗിയുള്ള വിവിധതരം ഫ്രെയിമുകൾ രേണു ചേച്ചി ഉണ്ടാക്കിയെടുക്കും. സ്വന്തം കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ആ ഒരു രംഗത്തിനാണ് അവൾ പറഞ്ഞത് പ്രിയദർശൻ വിചാരിച്ചാൽ പോലും കിട്ടുന്നത്. അത് ക്രിയേറ്റിംഗ് ആണെന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവളൊരു തള്ളയാണോ എന്ന് നമുക്കറിയത്തില്ല. ഇവള് കൊച്ചുങ്ങളപ്പോൾ അവളെ കൊച്ചിനെ കൊഞ്ചിക്കുകയോ ഉമ്മ കൊടുക്കുകയോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡ്രാമയായിരിക്കും അല്ലേ. ഒരു നൊന്ത് പ്രസവിച്ച ഒരു തള്ളയ്ക്ക് കുഞ്ഞിൻ്റെ അടുത്ത് അങ്ങനെ ഒരു പിക്ചറിന് വേണ്ടി ഒരു പോസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഒരിക്കലും വരില്ല. ഒരിക്കലും വരില്ല. സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കുകയും താലോലിക്കുകയും ഉമ്മ കൊടുക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു തള്ളമാരും ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു പരിപൂർണ്ണ വിശ്വാസം. അത് സത്യം തന്നെയാണ്. നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് കമൻറ്റ് ഇടണേ ഞാൻ ഈ പറഞ്ഞതിന്. പിന്നെ അടുത്തത് സുധിച്ചേട്ടൻ, മോൻ ചേച്ചി, അതെല്ലാം പരിഹാസ കമൻറ്റാണ്. അതിന് താഴെ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുടെ പ്രതിനിധി രേണുവിന് പറഞ്ഞിരിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, ഭർത്താവ് നഷ്ടപ്പെട്ട വിധവകളുടെ പ്രതിനിധി. ഇതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആ ഫോട്ടോയുടെ മുകളിൽ എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻ ഇതാണ്. അപ്പോൾ ഇത് കണ്ടപ്പം ഇത് ഏത് അകത്തമ്മയാണ് പോസ്റ്റ് ചെയ്തത് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ അത്രത്തോളം ഈ അകത്തമ്മമാരൊന്നും പറയാൻ വരത്തില്ല. അവർക്ക് അന്തസ്സും അഭിമാനവും ഉണ്ട്. അവർ പെണ്ണിനെ വാല്യൂ കൊടുക്കുന്നവരാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് ഉരിഞ്ഞിട്ടാടുന്നവളുമാരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഒരർഹതയില്ലാത്തവളുമാരാണ് രേണു സുധി നെഗറ്റീവ് പറയാൻ വന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരർഹതയും ഒരു യോഗ്യതയില്ലാത്തവളുമാർ. അപ്പം ഞാൻ അതൊന്ന് അകത്തമ്മയെന്ന് അറിയാൻ വേണ്ടി അവരുടെ പോസ്റ്റ് എന്നറിയുമ്പോൾ ഞാൻ ആ പ്രൊഫൈൽ ഒന്ന് തപ്പി നോക്കിയപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസ് എനിക്ക് കിട്ടി. അത് നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്ക്. അപ്പം മനസ്സിലായി കാണുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ അന്തർജനം എങ്ങനെയുള്ളതാണ്, രേണുവിനെ കുറ്റം പറയാൻ അർഹത ഉള്ളവർ തന്നെയാണ് ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ വീഡിയോ ഞാൻ നേരത്തെ ഒന്ന് ഇട്ടതാ, ഞാനത് ഒന്നും കൂടെ ഇടുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കണേ. സത്യം പറഞ്ഞാൽ എടുത്തു പറയാൻ എനിക്ക് എത്രയോ കൂട്ടുകാരുണ്ടെങ്കിൽ പോലും അവരൊക്കെ അകന്നു പോയ സമയങ്ങളുണ്ട്. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കരീഷ്മ എന്ന് പറഞ്ഞാൽ അവളെ എടുത്തു പറയേണ്ടതാണ്. ഒരുപാട്, അതുപോലെ എൻ്റെ ലെസി ചേച്ചി, സജീന ചേച്ചി, അങ്ങനെ കുറച്ച് പേരുണ്ട് എന്നെ ഇപ്പോഴും താങ്ങി നിർത്താനും സപ്പോർട്ടിനൊക്കെ. ഈ ഒരു വിശ്വാസം രേണുവിന് ഉള്ളിടത്തോളം കാലം എൻ്റെ മരണം വരെ രേണുവിന് കൂട്ടായി അവളുടെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നെഗറ്റീവ് പറയുന്നവർക്കെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് ഞാൻ എന്നും എപ്പോഴും രേണുവിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. ഇത് എൻ്റെ വാക്കാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിന് അത്രത്തോളം വാല്യൂ ഉണ്ട്. അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്കേ മനസ്സിലാവും. കാര്യസാധ്യത്തിന് വേണ്ടി പുറകെ നിന്ന് കുത്തുന്നവർക്കൊന്നും അത് മനസ്സിലാവണമെന്നില്ല. എനിക്ക് ഒരു നേട്ടവും ഇല്ല, ഒരു സാധ്യവും എനിക്ക് ഉണ്ടാക്കണം. നീയൊക്കെ പറയുന്ന കണക്ക് ഞാൻ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ രേണു വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി. ഈ 2 ദിവസം ഞാൻ അവളെ വീട്ടിലോട്ടൊന്ന് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തോരം റീച്ച് ആവാം. അത് ചെയ്യാം, ഇത് ചെയ്യാം, മറ്റേ ചെയ്യാം, മറിച്ച് ചെയ്യാം, വീഡിയോയുടെ എല്ലാം ചെയ്യും. അങ്ങനെ അവൾ ഹെൽത്തിന് ചെറിയ പ്രോബ്ലം ആയിട്ടാണ് വന്നത്. ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവളൊന്ന് റിക്കവർ ആവട്ടെ. അവൾ ഫുൾ നോർമലായി നല്ല സ്മാർട്ടായി കഴിയുമ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവളോടൊപ്പം ചേർന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വെള്ളിയാഴ്ച വരെ അവൾക്കൊരു മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ അവൾ ഫ്രീ ആവത്തുള്ളൂ. ഹെൽത്ത് ആയാലും മൊത്തത്തിൽ അറിയാമല്ലോ, അവിടെ നിന്ന് നല്ല ടയേർഡായിട്ടല്ലേ വന്നത്. ഫുള്ളൊന്ന് റെസ്റ്റ് എടുക്കണം. റെസ്റ്റാണ് ഇപ്പോൾ അവൾക്ക് അത്യാവശ്യം. അപ്പോൾ എന്തായാലും എൻ്റെ നെഗറ്റീവ് ഇടുന്ന എല്ലാ റിയാക്ഷൻ വീഡിയോയും ഞാൻ എടുത്ത് പണിയും. അതിന് യാതൊരു സംശയമില്ല. അതല്ല ഞാനിങ്ങനെ ഒന്ന് വീഡിയോ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ നെഗറ്റീവൊക്കെ നിർത്ത്.
നീയൊക്കെ ഇടുന്നിടത്തോളം കാലം ഞാൻ എടുത്ത് വെച്ച് പ്രതികരിക്കും. ഓക്കെ? അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ട്സിന് എല്ലായിടത്തും കൂടെ പറയുന്നു, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.